പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി 8 ശനി. പ്രധാന വാർത്തകൾ. ഉൽപ്പന്നങ്ങളുടെ കാലാവധി തിരുത്തിയും പുതിയ കവറിൽ പാക്ക് ചെയ്തും വിൽപ്പനയ്ക്ക് വെച്ച ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്ത് വടക്കൻ പാത്തിന നഗരസഭ. സുവൈക്കിൽ വാണിജ്യ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ 850 കിലോഗ്രാം അരി പിടിച്ചെടുത്തു. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഉൽപ്പന്നങ്ങളാണ് വിൽപ്പന നടത്തിയിരുന്നതെന്ന് അധികൃതർ കണ്ടെത്തി. ഇത്തരത്തിലുള്ള അരി കണ്ടുകെട്ടിയതായും വാണിജ്യ സ്ഥാപനത്തിനെതിരെ നടപടി സ്വീകരിച്ചതായും നഗരസഭാ അധികൃതർ അറിയിച്ചു. അതിനിടെ വിവിധയിടങ്ങളിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. നിത്യോപയോഗ വസ്തുക്കളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിച്ചെടുക്കപ്പെട്ടവയിൽ ഭൂരിഭാഗവും. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറി, പാൽ, ഇറച്ചി തുടങ്ങിയ വസ്തുക്കളാണ് കൂടുതലായും പിടിച്ചെടുത്തത്. രാജ്യവ്യാപകമായി പരിശോധന ശക്തമാക്കാൻ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. ഹോട്ടൽ, റെസ്റ്റോറന്റ്, ബേക്കറി, സൂപ്പർമാർക്കറ്റ് തുടങ്ങിയ സ്ഥാപനങ്ങളിലുമാണ് നഗരസഭാ അധികൃതർ കൂടുതലായും പരിശോധന നടത്തുന്നത്. ഒമാൻ ഹജ്ജ് മിഷൻ സംഘത്തെ പ്രഖ്യാപിച്ച് ഔഖാഫ് മതകാര്യ മന്ത്രാലയം. മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അഹമ്മദ് ബിൻ സാലിഹ് അൽ റഷിദി ഹജ്ജ് മിഷനെ നയിക്കും. ദുൽഖഅദ് 25 മെയ് 23 ഒമാൻ ഹജ്ജ് മിഷൻ സംഘം ഹജ്ജ് തീർത്ഥാടനത്തിനായി സൗദിയിലേക്ക് തിരിക്കും. ദുൽഹിജ്ജ 16 ജൂൺ 12 തിരിച്ചെത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഡോക്ടർ അഹമ്മദ് ബിൻ അലി ബിൻ മുബാറക് അൽ ഖഅബി, ഡോക്ടർ സാഹിർ ബിൻ അബ്ദുള്ള അൽ ഹുസ്നി, ഡോക്ടർ അബ്ദുള്ള ബിൻ സഈദ് അൽ മഅ്മരി, ഇബ്രാഹിം ബിൻ നാസർ ബിൻ മുഹമ്മദ് അൽ ഖറൂസി എന്നിവരാണ് മിഷൻ സംഘത്തെ നയിക്കുക. വിവിധ സേവന വിഭാഗങ്ങളിൽ നിന്നുള്ള അംഗങ്ങളും ഒമാൻ സംഘത്തിലുണ്ടാകും. അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥർ, സാങ്കേതിക വിദഗ്ധർ, വിവിധ സേവന വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉൾക്കൊള്ളുന്നതാണ് ഹജ്ജ് മിഷൻ സംഘം. ഒമാൻ സംഘത്തിന് സൗദിയിലെ എംബസി അധികൃതർ ഉൾപ്പെടെയുള്ളവർ സ്വീകരണം നൽകും. 14,000 പേർക്കാണ് ഇത്തവണ ഒമാനിൽ നിന്ന് ഹജ്ജിന് അവസരം ലഭിച്ചത്. 13,098 പേർ സ്വദേശികളാണ്. 235 അറബ് വംശജരും 235 മറ്റുള്ള രാജ്യക്കാരായ വിദേശികളുമാണ്. മറ്റുള്ളവരാണ് ഹജ്ജ് മിഷൻ അംഗങ്ങൾ. അതേസമയം 36,759 അപേക്ഷകൾ ഇത്തവണ ഹജ്ജിനായി ഔഖാഫ് മതകാര്യ മന്ത്രാലയത്തിന് ലഭിച്ചിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഇതിനോടകം തന്നെ മന്ത്രാലയത്തിൽ നിന്നും സന്ദേശം ലഭിക്കുകയും തുടർ നടപടികൾ സ്വീകരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. അംഗീകൃത കമ്പനികളെ മാത്രം ഹജ്ജ് സേവനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെടുന്നു. 14ാമത് എഡിഷൻ ടൂർ ഓഫ് ഒമാൻ സൈക്ലിംഗ് മത്സരത്തിന് ഇന്ന് തുടക്കമാകും. ഏറെ വിശേഷങ്ങളുള്ള റൂട്ടുകളും പുതിയ ഫിനിഷിംഗ് പോയിന്റും ഇത്തവണത്തെ പ്രത്യേകതയാണ്. ബിമ്മ സിങ്ക് ഹോളിലാണ് സമാപനം. ഒമാൻ കടലിന്റെ തീരങ്ങളിലൂടെ കാറ്റിനെ ഭേദിച്ചുകൊണ്ട് കടന്നുപോയതിനു ശേഷം 1 കിലോമീറ്റർ ആണ് വിജയത്തിലേക്കുള്ള അന്തിമ ദൂരം. മത്സര സമയം ഈ പാതകൾ ഗതാഗത നിയന്ത്രണമുണ്ടാകും. ഒമാൻ സൈക്ലിംഗ് ഫെഡറേഷനുമായി സഹകരിച്ച് സാംസ്കാരിക, കായിക, യുവജന മന്ത്രാലയമാണ് ടൂർ ഓഫ് ഒമാൻ സംഘടിപ്പിക്കുന്നത്. തെക്കൻ പാത്തിന നഗരസഭയുടെ നേതൃത്വത്തിൽ ബാർബർ ഷോപ്പുകളിലും ബ്യൂട്ടി സലൂണുകളിലും വ്യാപക പരിശോധന നടത്തി. നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിൽ സലൂണുകളിൽ നടന്ന പരിശോധനകളിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തി. മാനദണ്ഡങ്ങൾ ലംഘിച്ച് പ്രവർത്തിച്ച സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു. ഉപയോഗശൂന്യമായ ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. നേരത്തെയും വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. വരും ദിവസങ്ങളിലും കൂടുതൽ ഭാഗങ്ങളിൽ നഗരസഭ പരിശോധന തുടരും. അയൺമാൻ മത്സരത്തിന്റെ ഭാഗമായി ശനിയാഴ്ച മസ്കത്ത് ഗവർണറേറ്റിൽ ഭാഗിക ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. നീന്തൽ, സൈക്ലിംഗ്, ഓട്ടം എന്നിങ്ങനെയുള്ള മത്സരങ്ങളാണ് അയൺമാനിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. മത്സരങ്ങൾ നിരവധി പ്രധാന റോഡുകളെ ബാധിക്കുന്നതിനാൽ സമീപ റൂട്ടുകളിൽ വാഹന പാർക്കിംഗും നിരോധിച്ചിട്ടുണ്ട്. പ്രവാസികളും നാടുമായുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലോക കേരള കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനവുമായി സംസ്ഥാന ബജറ്റ്.
കേരളീയ ഭക്ഷണ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ഫുഡ് കോർട്ടുകൾ, നാടൻ ഉൽപ്പന്നങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും വിപണനശാലകൾ, നാടൻ കലാരൂപങ്ങളുടെ അവതരണം, സമീപ ജില്ലകളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ടൂർ പാക്കേജുകൾ തുടങ്ങിയവ ലോക കേരള കേന്ദ്രത്തിൽ ലഭ്യമാക്കണമെന്നും ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി പറഞ്ഞു. കേന്ദ്രം സന്ദർശിക്കുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യവും ഉണ്ടാവണം. പ്രവാസി സംഘടനകൾക്ക് അവരുടെ അംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഉൾപ്പെടുത്തി നാട്ടിലേക്ക് വിനോദസഞ്ചാര പരിപാടികൾ സംഘടിപ്പിക്കാം. പ്രവാസി സംഘടനകളുടെ നാട് സന്ദർശന പരിപാടികൾക്ക് വിനോദസഞ്ചാര വകുപ്പിന്റെ പ്രത്യേക ഇൻസെന്റീവ് അനുവദിക്കും. സ്വന്തമായി പാർപ്പിടം വാങ്ങാനും തയ്യാറെങ്കിൽ വാടകയ്ക്ക് നൽകാനും പ്രായമായവർക്കുള്ള അസിസ്റ്റഡ് ലിവിംഗ് സൗകര്യം ഒരുക്കാനും ഈ പദ്ധതിയിലൂടെ കഴിയും. ഈ പദ്ധതിക്കായി 5 കോടി രൂപ വകയിരുത്തുന്നുവെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. പ്രവാസം ഒട്ടേറെ പേർക്ക് വലിയ നഷ്ടക്കച്ചവടമായി തീരുന്ന അനുഭവമുണ്ട്. വിദേശത്തെ തൊഴിൽ കമ്പോളത്തെക്കുറിച്ച് ശരിയായ ധാരണയില്ലാതെയുള്ള കുടിയേറ്റമാണ് ഇതിന് കാരണം. വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തിലും ഇത്തരം പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന കരിയർ ഗൈഡൻസ് സെല്ലുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും. 2024 കണക്കുകൾ അനുസരിച്ച് പ്രവാസികൾ അയക്കുന്ന വിദേശ നാണയത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നാമതാണ്. 2023 കേരള മൈഗ്രേഷൻ സർവേ പ്രകാരം ഇന്ത്യയിലെ പ്രവാസികൾ അയക്കുന്ന പണത്തിന്റെ 21% സംഭാവന ചെയ്യുന്നത് കേരളത്തിൽ നിന്നുള്ള പ്രവാസികളാണെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ദാഖിലിയ ഗവർണറേറ്റിലെ ഭക്ഷ്യവിതരണ സ്ഥാപനങ്ങളിൽ പരിശോധനയുമായി നഗരസഭ. സമാഇൽ വിലായത്തിലെ റെസ്റ്റോറന്റുകളിൽ ഉൾപ്പെടെ നടത്തിയ പരിശോധനയിൽ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചവർക്കെതിരെ നടപടി സ്വീകരിച്ചു. പരിശോധനാ വേളയിൽ ചെറുതും വലുതുമായ നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആരോഗ്യ സുരക്ഷയ്ക്കു ഭീഷണി സൃഷ്ടിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതും വിതരണം ചെയ്യുന്നതും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഗുരുതരമല്ലാത്ത നിയമലംഘനങ്ങൾക്ക് കടകൾക്ക് മുന്നറിയിപ്പ് നൽകി ഉപയോഗശൂന്യമായ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തു. ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് ഭക്ഷ്യോൽപ്പന്നശാലകൾക്ക് നിർദ്ദേശം നൽകി. ഒമാനെയും UAEയെയും ബന്ധിപ്പിക്കുന്ന ഹഫീദ് റെയിൽ പദ്ധതിയുടെ തന്ത്രപരമായ കരാറുകളിൽ ഒപ്പുവെച്ചു. വടക്കൻ പാത്തിന ഗവർണറേറ്റിലെ സുഹാർ വിലായത്തിൽ നടന്ന ചടങ്ങിലാണ് നിരവധി കരാറുകളിൽ എത്തിയത്. ഒമാനിൽ നിന്ന് UAEയിലേക്ക് അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനും കയറ്റുമതി ചെയ്യുന്നതിനുമായി ഹഫീദ് റെയിൽ സ്റ്റീലുമായി ഒപ്പുവെച്ച ദീർഘകാല വാണിജ്യ കരാർ ഇതിൽ ഉൾപ്പെടുന്നു. സുൽത്താനേറ്റിൽ റെയിൽവേ സൗകര്യങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനും നിർമ്മിക്കുന്നതിനുമായി ലാർസൺ ആൻഡ് ടൂബ്രോ പവർ ചൈന എന്നിവയുമായി 2 പ്രധാന കരാറുകളിലും എത്തി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.